ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ദിവ്യ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിന് ഒരു മോഡേൺ ടച്ചും സ്റ്റൈലും നൽകാൻ കഴിയുന്ന ഒരു സ്മാർട്ട് ഗ്ലാസിനെ കുറിച്ചാണ്. അൺഡൗട്ടഡ്ലി ദ മോസ്റ്റ് സ്മാർട്ടസ്റ്റ് ഗാഡ്ജറ്റ് ഐ ഓൺ, റെയ്ബാൻ മെറ്റ AI സൺഗ്ലാസസ്. ഇത് വെറും ഒരു സ്മാർട്ട് ഗ്ലാസ് അല്ല, ഇതിലൊരു ഇന്റലിജന്റ് അസിസ്റ്റന്റ് കൂടിയുണ്ട്. നിങ്ങളുടെ കണ്ണുകൾ കാണുന്ന കാര്യങ്ങൾ ബോധപൂർവം മനസ്സിലാക്കി നിങ്ങളെ സഹായിക്കുന്ന മെറ്റ AI. ഇതിന്റെ പ്രോസും കോൺസും അതുപോലെ ഇത് യൂസ് ചെയ്തിട്ടുള്ള എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. So let's get started. ആദ്യമേ സ്മാർട്ട് ഗ്ലാസിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന്റെ ഡിസൈൻ ഇസ് വെരി സ്റ്റൈലിഷ് ആൻഡ് ഡിസ്ക്രീറ്റ്, ലൈറ്റ് വെയിറ്റ് ആണ്, കംഫർട്ടബിൾ ആയിട്ട് ലോങ് പീരിയഡ്സിലോട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ഇതിന്റെ ഫ്രെയിം ഗ്ലോസി ഫിനിഷിലും മാറ്റ് ഫിനിഷിലും അവൈലബിൾ ആണ്. ഇത് ഹെഡ്ലൈനർ വേർഷൻ ആണ്. അതുപോലെ ഫ്യൂ അതർ മോഡൽസ് ആർ ഓൾസോ അവൈലബിൾ. ഇതിന്റെ നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാൻഡ്സ് ഫ്രീ ഫോട്ടോ ആൻഡ് വീഡിയോ ക്യാപ്ചറിംഗ്. 12 MP ക്യാമറയാണുള്ളത് ആൻഡ് ഇറ്റ് ക്യാൻ ടേക്ക് വീഡിയോസ് ഓഫ് അപ് ടു 3 minutes ഇൻ ലെങ്ത്. പിന്നെ അതുപോലെ 32 GB സ്റ്റോറേജ് ആണുള്ളത്. അപ്പൊ അത് വെച്ചിട്ട് നമുക്കൊരു 500 ഫോട്ടോസും അതുപോലെ ഒരു 100 വീഡിയോസും ഓഫ് അപ് ടു 30 seconds ഇൻ ലെങ്തും സ്റ്റോർ ചെയ്യാൻ പറ്റും. നമ്മുടെ സ്പോണ്ടേനിയസ് മൊമെന്റ്സ് ഒക്കെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. നമ്മൾ നടക്കാൻ പോകുമ്പോഴോ അതുപോലെ ബൈക്കിങ്ങിനോ അതുപോലെ ഏതെങ്കിലും അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ ഈ ക്യാമറ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കൺവീനിയന്റ്. ഫോട്ടോ എടുക്കാനായിട്ട് ഈ ഹാൻഡ്സ് ഫ്രീ ഓപ്ഷൻ അല്ലാതെ ഈ സൺഗ്ലാസിലുള്ള ബട്ടൺ യൂസ് ചെയ്തും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാവുന്നതാണ്. അപ്പൊ ഈ റൈറ്റ് സൈഡിലുള്ള ഹാൻഡിലിന്റെ ടോപ്പില് ഒരു ബട്ടൺ ഉണ്ട്. അതിൽ സിംഗിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോട്ടോസ് എടുക്കാനും അതുപോലെ ലോങ് പ്രസ് ചെയ്താൽ വീഡിയോസ് എടുക്കാനും സാധിക്കും. അതുപോലെ ഇതിന്റെ സൈഡില്, ഈ ഹാൻഡിലിന്റെ സൈഡിൽ ഇങ്ങനെ നമ്മൾ സ്ലൈഡ് ചെയ്യുവാണെങ്കിൽ വോളിയം കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. അതായത് നമ്മൾ മ്യൂസിക് ഒക്കെ കേൾക്കുവാണെങ്കിൽ നമ്മൾ അത് യൂസ് ചെയ്താണ് വോളിയത്തെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇതിന്റെ ക്യാമറ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. ഞാനിപ്പോൾ ഇവിടെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലായിട്ടായിരിക്കും കാണുന്നത്, ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ ലെഫ്റ്റ് സൈഡ്. അപ്പൊ റൈറ്റ് സൈഡിൽ ഒരു ലൈറ്റ് ആണുള്ളത്. ആ ലൈറ്റ് ആണ് നമ്മൾ ഫോട്ടോയോ വീഡിയോ എടുക്കുമ്പോഴോ ബ്ലിങ്ക് ചെയ്യുന്നത്, വിച്ച് മീൻസ് ദാറ്റ് എ ഫോട്ടോ ഓർ വീഡിയോ ഇസ് ബീങ് ക്യാപ്ചേർഡ്. പിന്നെ നമുക്ക് ഇത് വെച്ചിട്ട് പ്രിറ്റി മച്ച് എന്തും നമുക്ക് ചോദിക്കാം. എന്റെ മെയിൻ ഫീച്ചർ മെറ്റ AI ആണ്. അപ്പോ യു ക്യാൻ ജസ്റ്റ് സേ ഹേ മെറ്റ, ക്യാൻ യു ടേക്ക് എ പിക്ചർ ഫോർ മീ? ഹേ മെറ്റ, ക്യാൻ യു ടേക്ക് എ പിക്ചർ ഫോർ മീ? There you go. ഫോട്ടോ എടുത്തു. അപ്പൊ ഇനി വേറെ ഒരു കാര്യം കൂടെ ചോദിക്കാം നമുക്ക്. ലെറ്റ്സ് ട്രൈ ഇറ്റ്. ഹേ മെറ്റ, വാട്ട് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് മീ? In front of you, there is a wooden desk with a few items on it. On the desk, there is a potted plant with long, green leaves, likely an aloe vera plant. Next to the plant, there is a piece of paper with some handwritten notes on it. Additionally, there is a smartphone on a stand, positioned to capture a video or take a photo. See, that is exactly what it is. അപ്പോ നിങ്ങൾക്ക് ഇതിന്റെ ഓപ്ഷൻസ് ഒക്കെ എൻഡ്ലെസ് ആണ്. കുറെ കാര്യങ്ങൾ ചോദിക്കാം. സോ ഇത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഇഫ് യു ആർ ഗെറ്റിംഗ് എ കോൾ യു ക്യാൻ സേ ഹേ മെറ്റ, ആൻസർ ദ ഫോൺ. ഹേ മെറ്റ, ഡിക്ലൈൻ. ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ, ഇപ്പൊ 4 ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ഇറ്റാലിയൻ ആൻഡ് സ്പാനിഷ്. അപ്പൊ നിങ്ങൾ ഒരു ഫോറിൻ കൺട്രിയിലാണ് ആൻഡ് യു ഡോണ്ട് നോ ദീസ് ലാംഗ്വേജ്, Meta can help you translate. You can also use Meta to identify a new song. നിങ്ങൾ ഇപ്പൊ പുറത്താണ്, പുതിയൊരു പാട്ട് കേട്ടു and you really like that song, you want to know which song it is, you can ask hey Meta, identify this song for me, then it will answer you. പിന്നെ അതുപോലെ തന്നെ റൂം നമ്പർ റിമെമ്പർ ചെയ്യാനും പാർക്കിംഗ് ലോട്ടൊക്കെ റിമെമ്പർ ചെയ്യാനും ഒക്കെ മെറ്റ. പിന്നെ നമ്മൾ എന്തിനെ കുറിച്ച് ചോദിച്ചാലും അതിന്റെ ഫോട്ടോ ആദ്യം എടുത്തു കഴിഞ്ഞിട്ടാണ്, ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ ചോദിച്ചു, അപ്പൊ അതിന്റെ ഫോട്ടോ ആദ്യം എടുത്തിട്ടാണ് നമുക്ക് അതിനെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ കിട്ടുന്നത്. അപ്പൊ നമ്മളിപ്പോ പുറത്ത് വെച്ചാണ് ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ പറയുന്നത്, നമ്മൾ വീട്ടിൽ വന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യണമെങ്കിൽ ആ ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് മെറ്റ AI ആപ്പിൽ അവൈലബിൾ ആണ്. സോ ഐ ഫൗണ്ട് ദാറ്റ് ഈസ് ഓൾസോ റിയലി ഹെൽപ്പ്. മെറ്റയുടെ ഈ സ്മാർട്ട് ഗ്ലാസസിന് വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് റിയലി ഹെൽപ്ഫുൾ ഫോർ പീപ്പിൾ ഹു ആർ വിഷ്വലി എംപയർഡ്. ഞാൻ റീസെന്റ് ഒരു ന്യൂസ് ഇതിനെക്കുറിച്ച് വായിച്ചായിരുന്നു. ഇനി ഇതിന്റെ ഡൗൺ സൈഡ് എന്താണെന്ന് നോക്കാം. പിന്നെ മെയിൻ ഡൗൺ സൈഡ് ആയിട്ട് എനിക്ക് തോന്നിയത് പ്രൈവസിയാണ്. അതായത് ഈ സൺഗ്ലാസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഗ്ലാസസിനെ കുറിച്ചോ അറിയാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഈ ഗ്ലാസസ് വെച്ച് ഒരാൾ വന്ന് ഫോട്ടോ എടുത്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ് ലുക്സ് ലൈക്ക് നോർമൽ സൺഗ്ലാസസ്.
അപ്പോൾ പ്രൈവസിയാണ് ഇതിന്റെ മെയിൻ. അതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളൊരു പബ്ലിക് പ്ലേസിൽ വെച്ചോ അല്ലെങ്കിൽ ഇപ്പൊ ബൈക്ക് റൈഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹേ മെറ്റ ആൻസർ ദിസ് ഫോൺ കോൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആരെങ്കിലും കേൾക്കുമ്പോൾ നമ്മൾ കുറച്ച് ഒരു ഇൻകൺവീനിയന്റ്, നമുക്കൊരു അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നും. അതുപോലെ തന്നെയാണ് ഈ ലാംഗ്വേജ് ട്രാൻസ്ലേഷന്റെ കാര്യം. ഇപ്പം നമുക്കറിയാത്ത ലാംഗ്വേജ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആള് കുറച്ച് ഇൻസെക്യൂർ ആവാൻ ചാൻസ് ഉണ്ട്, ബിക്കോസ് ദേ ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പൻ. അതുപോലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ പോർട്രേറ്റ് മോഡിൽ മാത്രം എടുക്കുള്ളൂ. ലാൻഡ്സ്കേപ്പിൽ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റില്ല. അപ്പൊ അതൊരു ലിമിറ്റേഷൻ ആണ്. അപ്പോൾ ഇറ്റ് ഡസൻ റീപ്ലേസ് എനി പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി. നിങ്ങൾക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള ഫോട്ടോസ് ആഗ്രഹം ഉണ്ടെങ്കിൽ ക്യാമറ തന്നെ യൂസ് ചെയ്യാം. മെറ്റയിൽ ലൈവ് സ്ട്രീമിംഗ് അവൈലബിൾ ആണ്, പക്ഷെ അതിൽ മെറ്റ സപ്പോർട്ട് ചെയ്ത സോഷ്യൽ പ്ലാറ്റ്ഫോംസിലോട്ടേ ഉള്ളൂ. അതായത് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ലൈവ് സ്ട്രീമിംഗ് മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ട്. അതുപോലെ ഇത് ഫുള്ളി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ ഒരു 4 hours ബാറ്ററി ലൈഫാണ് ഈ സൺഗ്ലാസസിനുള്ളത് അല്ലെങ്കിൽ സ്മാർട്ട് ഗ്ലാസസിനുള്ളത്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ചാർജിങ് കേസിലിട്ട് ചാർജ് ചെയ്യേണ്ടി വരും. അപ്പം ചില ആൾക്കാർക്ക് അതൊരു ഇൻകൺവീനിയന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അത്രയും നേരം പുറത്ത് സ്പെൻഡ് ചെയ്യാത്തതുകൊണ്ട് ഇതുവരെ എനിക്ക് അതൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ചാർജിങ് കേസ് ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് ചാർജിങ് കേസിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഇൻ 22 minutes അവരൊരു 50% ചാർജ് ആവുമെന്നാണ് പറയുന്നത്. ആൻഡ് ഇൻ 75 minutes ഇറ്റ് വിൽ ബി ഫുള്ളി ചാർജ്. പിന്നെ അടുത്തൊരു ഇഷ്യൂ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ട്രാക്ക് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഇല്ല. നമ്മളിത് ലൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെ നിന്ന് എങ്ങനെ ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാൻ പാടില്ല. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഐഫോണിനൊക്കെ ഫൈൻഡ് മൈ ഐഫോൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, പക്ഷെ ഇതിന് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഇനി ഞാൻ ഈ മെറ്റ സൺഗ്ലാസസ് വെച്ചെടുത്ത ഫോട്ടോസും വീഡിയോസും ഒക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഇത് അൺഎഡിറ്റഡ് വേർഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ക്വാളിറ്റി നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക. ഇനി നിങ്ങൾ വാങ്ങിക്കാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇത് വെച്ചിട്ട് ഒരു ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഈ സൺഗ്ലാസസിന്റെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ ഈ സൺഗ്ലാസോ അല്ലെങ്കിൽ സ്മാർട്ട് ഗ്ലാസോ ഓൺ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ റിവ്യൂസ് ഒക്കെ കമന്റ് സെക്ഷനിൽ ഒന്ന് ആഡ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ആഡ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ അതിന് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. ഇനി ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ഷെയർ ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ലെറ്റ്സ് സ്റ്റേ കണക്റ്റഡ്. ദിസ് ഇസ് മീ ദിവ്യ സൈനിങ് ഓഫ്. ബൈ ഫോർ നൗ.